നമസ്കാരം. അപ്പോൾ നമ്മൾ ഒക്ടോബർ 12 പരിപാടികൾ കണ്ടിന്യൂ ചെയ്യാണ്. ഞാൻ നേരത്തെ നമ്മുടെ കണക്റ്റിംഗ് ടു സ്കന്ദലോക മെഡിറ്റേഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ കുറച്ച് ഗൗരവമായിട്ട് സംസാരിച്ചത് തോന്നണ്ട. ചില കാര്യങ്ങൾ അങ്ങനെ സംസാരിച്ചാലേ പറ്റുള്ളൂ. കാരണം ഇതാണ് സംഭവം, ഇതാണ് കാര്യം, ഇതാണ് റിസൾട്ട്. അതിന് നമ്മൾ എന്താ പറയുക, നമ്മളൊരു ദൗത്യത്തിന് പോണ ആൾക്കാരാണ്. ഗൗരവമായിട്ട് പറയേണ്ടവിടെ ഗൗരവമായിട്ട് പറയണം, സ്മൂത്തായിട്ട് പറയണം, സ്മൂത്തായിട്ട് പറയണം. ഇത് വളരെ വളരെ ഗൗരവമുള്ള പവർഫുള്ളായ ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഗൗരവത്തോടു കൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത്. എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരണമല്ലോ, അതുകൊണ്ടാണ് അത് അങ്ങനെ ആ രീതിയിൽ എടുത്താൽ മതി. ലീഡർ, ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, പറയേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ടും പറയുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ദൗത്യം ഭഗവാന്റെ ദൗത്യം നിർവഹിച്ചു എന്നുള്ളൂ. ഇനി നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് പറയാം. നമ്മൾ 6 മണി തൊട്ടാണ്, അതായത് ഒന്നുകൂടി പറയാം, ഒക്ടോബർ 12 ഷഷ്ടി ദിവസം ഗുരുവായൂർ വെച്ച് രാജവത്സം ഓഡിറ്റോറിയം. കാലത്ത് 6 മണിക്ക് നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാം ആരംഭിക്കും. അത് എഴുത്തിനിരുത്തൽ ചടങ്ങാണ്, ജ്ഞാനപ്പഴം. അതാണ് ചടങ്ങ്. ഈ ചടങ്ങിലാണ് കുട്ടികളായിട്ട് വരുന്ന ആൾക്കാർ രജിസ്റ്റർ ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളായിട്ട് വരുന്ന ആൾക്കാർ രജിസ്റ്റർ ചെയ്യേണ്ട പരിപാടി ഈ 6 മണിയുടെ പരിപാടിയിലാണ്. കാരണം ആ ഒരു ചടങ്ങ് ഇതിൽ മാത്രമേ എഴുത്തിനിരുത്തൽ ചടങ്ങ് ഉണ്ടാവുള്ളൂ. ആ ടൈമിൽ മാത്രം, ടൈം സ്ലോട്ടിൽ മാത്രം. അപ്പോൾ ചെറിയ കുട്ടികളായിട്ട് വരുന്ന ആൾക്കാർ ചെയ്യേണ്ടത് ഈ സമയത്താണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അല്ലാത്ത ആൾക്കാർക്കും ചെയ്യാം. കാരണം നമുക്ക് 1000 പേരെയാണ് നമുക്ക് ആ ഹോളിൽ നമുക്ക് ഇരിക്കാൻ സാധിക്കുക. അപ്പോൾ 1000 പേരിൽ ഒരു 300-400 കുട്ടികൾ വന്നു, ബാക്കി 600 പേര് വലിയ ആൾക്കാരാണെങ്കിൽ ഒരു കുഴപ്പമില്ല, വലിയ ആൾക്കാർക്കും പങ്കെടുക്കാം. കുട്ടികൾക്ക് മെയിനായിട്ട് ആ ടൈമാണ്, കാരണം വേറെ ടൈം കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ചെറിയ കുട്ടികൾ, അവരുടെ അച്ഛനമ്മമാർ, ബന്ധുക്കൾ ഒക്കെ ഉണ്ടാവുക, അവർക്കൊക്കെ സ്വാഗതം, എല്ലാവർക്കും സ്വാഗതം. കാരണം 1000 പേർക്ക് ഇരിക്കാൻ പറ്റും നമുക്ക് അവിടെ. അപ്പോൾ അവർക്കും 6 മണിയുടെ പരിപാടിയിൽ ഒന്ന് അറ്റൻഡ് ചെയ്യാം. ആ പരിപാടിയിൽ നടക്കാൻ പോകുന്ന 3-4 കാര്യങ്ങൾ. ഒന്ന്, മുരുക പൂജയാണ്. കുട്ടികളുടെ എല്ലാവരുടെ പുസ്തകം തലേ ദിവസം കൊണ്ടുവന്ന് നിങ്ങൾക്ക് അവിടെ തരാം. തലേ ദിവസം രാത്രിയിൽ ഹോളിൽ രാജവത്സവ ഓഡിറ്റോറിയത്തിൽ നമ്മുടെ ആൾക്കാർ ഗ്രൗണ്ട് ഫോഴ്സ് ടീം അംഗങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ പുസ്തകം പേരെഴുതി ഒട്ടിച്ച് ഒരു കവറിലാക്കി അവിടെ കൊടുത്തു കഴിഞ്ഞാൽ, പേപ്പർ പൊതിഞ്ഞാൽ മതി, പ്ലാസ്റ്റിക് കവർ വേണ്ട, പേപ്പർ പൊതിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങളുടെ പേരെഴുതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ടോക്കൺ തരും. ആ ടോക്കൺ നമ്പർ വെച്ചിട്ട് ആ പുസ്തകത്തിന് മേലയിൽ ഒട്ടിക്കും. ആ ഒട്ടിച്ചിട്ട് നമ്മൾ പുസ്തകം പൂജിക്കാൻ വയ്ക്കും. നിങ്ങൾ പുസ്തകം തിരിച്ചു കിട്ടുമ്പോൾ ഈ ടോക്കൺ നമ്പർ പറഞ്ഞാൽ മതി, അവർ പുസ്തകം എടുത്ത് നിങ്ങൾക്ക് തരും. അപ്പോൾ തലേ ദിവസം നിങ്ങൾക്ക് വന്ന് ഏൽപ്പിക്കാവുന്നതാണ്. അതവിടെ വെച്ച് വെക്കും. പിറ്റേ ദിവസം കാലത്ത് നമ്മുടെ 6 മണിക്ക് പ്രോഗ്രാമിൽ ആദ്യത്തെ ഇത് മുരുക പൂജയാണ്. ഈ പുസ്തകത്തിൽ മുരുകവാനെ പ്രാർത്ഥിച്ചിട്ട് പുസ്തകത്തിൽ പൂജിക്കുക. ഭഗവാനെ പൂജിച്ച ആ എനർജി പുസ്തകങ്ങൾക്ക്, നിങ്ങളുടെ അറിവ്, കുട്ടികളുടെ അറിവിലേക്ക് ഭഗവാന്റെ അനുഗ്രഹം വരാൻ വേണ്ടി നടത്തുന്ന മുരുക പൂജയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എഴുത്തിനിരുത്തൽ ചടങ്ങാണ്. ചെറിയ കുട്ടികൾക്ക് നമ്മൾ ഫസ്റ്റ് 2 റോല് 19 പേർക്ക് ഇരിക്കാവുന്ന രീതിയിൽ വെച്ചിട്ടുണ്ടാവും. അവർക്ക് എഴുത്തിനിരുത്തൽ ചടങ്ങാണ്. അതോടൊപ്പം തന്നെ അതിന് മുതിർന്ന ആൾക്കാർക്ക് മന്ത്രം പറഞ്ഞു കൊടുക്കുകയാണ്. ഓം ശരണമായ എനർജി പാസിംഗ് ആണ് അവിടെ നടക്കുന്നത്. അവരുടെ ജീവിതത്തിൽ ഭഗവാൻ അനുഗ്രഹം കിട്ടി നല്ല വഴിക്ക് സഞ്ചരിക്കാനും ഉന്നതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ചടങ്ങാണ് അവിടെ നടക്കുക. അത് കഴിഞ്ഞിട്ട് ആ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ നമ്മുടെ ലൈറ്റ് ബോഡി മെഡിറ്റേഷനും ഉണ്ടാവും. ഈ സ്പെഷ്യൽ മെഡിറ്റേഷൻ കണക്റ്റിംഗ് ടു സ്കന്ദലോക, ആ മെഡിറ്റേഷൻ ഉണ്ടാവും. ഈ കണക്റ്റിംഗ് ടു സ്കന്ദലോക മെഡിറ്റേഷൻ ടൈമിൽ 5 വയസ്സുള്ള താഴെയുള്ള കുട്ടികൾ ഇരിക്കണ്ട. ആ സമയത്ത് ആ കുട്ടികളെ അവിടുന്ന് അതായത് ആ കുട്ടികൾ മാത്രം ഇരിക്കേണ്ട, ബാക്കി എല്ലാവർക്കും അവിടെ ഇരുത്താം. അപ്പോൾ ചെറിയ കുട്ടികൾ എടുത്തുകൊണ്ട് വരുന്നവർ മാത്രം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുക ഒരു 15 മിനിറ്റ്. ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ സമയത്ത് നിങ്ങൾക്ക് വന്നിരിക്കാൻ പറ്റും. ഈ സമയത്ത് മാത്രം ആ കുട്ടികൾ എടുത്തവർ മാത്രം, എല്ലാവരും പോകണമെന്നില്ല. അച്ഛനമ്മയൊക്കെ ഉണ്ടെങ്കിൽ അമ്മ മാത്രം പോകുക, അല്ലെങ്കിൽ അച്ഛൻ മാത്രം പോവുക, അമ്മയ്ക്ക് അവിടെ ഇരിക്കാം. ചെറിയ കുട്ടികൾ 5 വയസ്സിൽ താഴെയുള്ളവരെ ആ സമയത്ത് ഇരുത്തണ്ട. കാരണം ഒരു പവർഫുള്ളാനൊരു ഇതാണ്. അതുകൊണ്ട് ആ സമയത്ത് വേണ്ട, അവർക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈറ്റ് ബോഡി മെഡിറ്റേഷന് വീണ്ടും വന്നിട്ട് അറ്റൻഡ് ചെയ്യാം. ഇത് നമ്മളൊരു 9 മണിക്കൂർ 8:30-ക്കുള്ളിൽ കഴിക്കും. 6 മണി തൊട്ട് 8:30-ക്കുള്ളിൽ കഴിക്കും. നിങ്ങൾക്ക് അത് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നിങ്ങൾക്ക് വീട്ടിൽ പോകാം. അടുത്ത ബാച്ച് 9 മണി തൊട്ടാണ് അടുത്ത ബാച്ച് വരുന്നത്. അപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ ഫോമിൽ 2 ടൈം ഉണ്ടാവും. 6 മണിയുടെ ടൈം ഉണ്ടാവും, 9 മണിയുടെ ടൈം ഉണ്ടാവും. അപ്പോൾ 6 മണിയുടെ ടൈം ചൂസ് ചെയ്യണവർക്ക് 6 മണിയുടെ ടൈം ചൂസ് ചെയ്യാം. 9 മണിയുടെ ടൈം ചൂസ് ചെയ്യണവർക്ക് 9 മണിയുടെ ടൈം ചൂസ് ചെയ്യാം. ഏത് ടൈം വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ചെറിയ കുട്ടികൾ എടുത്ത് വരേണ്ടവർക്ക് മാത്രം ചൂസ് ചെയ്യണത് 6 മണിയുടെ ടൈമാണ്. മറ്റെല്ലാ ആൾക്കാർക്കും നിങ്ങൾക്ക് കാലത്ത് ഫസ്റ്റ് അതിലേക്ക് പോകണമെങ്കിൽ അത് ചെയ്യാം, സെക്കൻഡ് ആണെങ്കിൽ സെക്കൻഡ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം.
ചെറിയ കുട്ടികൾക്ക് സെക്കൻഡ് ഇല്ല, ഫസ്റ്റ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 9 മണിക്ക് നടക്കുന്ന പ്രോഗ്രാം 12 മണി വരെയൊക്കെ നീണ്ടു നിൽക്കും. ചെറിയ കുട്ടികളെ അത്ര നേരം അവിടെ ഇരുത്തി ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നുള്ള അറിയുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ അവരെ ആദ്യത്തെ സെക്ഷനിൽ വെക്കുന്നത്. 9 മണിക്കുള്ള പ്രോഗ്രാം വരുമ്പോൾ നമ്മൾ 2-3 ചടങ്ങുകളുണ്ട്. ഒന്ന് നമ്മൾ സ്റ്റേജിൽ നമ്മുടെ പ്രധാനപ്പെട്ട വിശിഷ്ട അതിഥികളൊക്കെ ഇരിക്കുന്ന സാംസ്കാരിക സദസ്സുണ്ടാവും. അതാണ് ആ 9 മണിക്ക് ആരംഭിക്കുക. അതിൽ നമ്മുടെ പ്രോഗ്രാമിൽ നമ്മുടെ പ്രധാനപ്പെട്ട അതിഥികളിൽ നമ്മുടെ അജിത് സാറുണ്ട്, നമ്മുടെ ADGP അജിത് കുമാർ സാർ വരും, നമ്മുടെ ഒരു അതിഥിയായിട്ട് വിശേഷപ്പെട്ട അതിഥിയായി വരുന്നുണ്ട്. അദ്ദേഹം എക്സൈസ് കമ്മീഷണറാണ് കേരളത്തിൻ്റെ. അദ്ദേഹം ലഹരിക്കെതിരെയുള്ള ഒരു സന്ദേശം അദ്ദേഹം അവിടെ പറയും. കാരണം ലഹരിക്കെതിരെയുള്ള നമ്മുടെ രാജ്യമാണ് നമ്മുടെ ലഹരി, അതാണ് നമ്മുടെ ക്യാപ്ഷൻ തന്നെ ഇടുന്നത്. അപ്പോൾ ലഹരിക്കെതിരെയുള്ളതിൽ ഏറ്റവും കേരളത്തിൽ പറയാൻ പറ്റിയ ആള് കേരളത്തിൻ്റെ എക്സൈസ് കമ്മീഷണർ ആളായ അദ്ദേഹം അജിത് കുമാർ സാറ് ആണ്. അപ്പോൾ അദ്ദേഹം നമുക്ക് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് ADGP. അദ്ദേഹം അവിടെ ഒരു സന്ദേശം അവതരിപ്പിക്കും. രണ്ടാമത് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട അതിഥിയാണ് മേജർ രവി സാർ. മേജർ രവി അദ്ദേഹം നമുക്കറിയാം നമ്മുടെ സേനകൾക്ക് വേണ്ടി, സേനയുടെ കാര്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും ആത്മാർത്ഥമായി രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹം നമ്മുടെ വളരെ പ്രധാനപ്പെട്ട മുഖ്യ അതിഥിയായിട്ട് എത്തുന്നുണ്ട്. അദ്ദേഹം നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഒരു 10 ആർമി ആൾക്കാർക്ക്, അത് ഫോഴ്സിലുള്ള ആൾക്കാർ, അത് എയർഫോഴ്സ് ആയാലും നേവി ആയാലും ആർമി ആയാലും ഏതായാലും ആ ഫോഴ്സിലുള്ള ഒരു 10 പേരെ നമ്മൾ തിരഞ്ഞെടുക്കണം. ഇതിൽ ഞാൻ പറയാനുള്ളത് ഈ 10 പേരിൽ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലത്തെ അഡ്മിന്മാർക്ക് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുക. നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ റെക്കമെൻഡ് ചെയ്യുക, അവരൊക്കെ നിങ്ങളുടെ പേരുകൾ കൊടുക്കാം. കാരണം നമ്മൾ 10 പേരാണ് സെലക്ട് ചെയ്യണത്. അപ്പം നിങ്ങൾ ഏത് ഫോഴ്സിൽ ഉണ്ടായിരുന്ന, റിട്ടയർ ചെയ്ത ആളായാലും ശരി, ഇപ്പോൾ സർവീസിലുള്ള ആളായാലും കുഴപ്പമില്ല, നിങ്ങൾ നമ്മുടെ LMRയുടെ അഡ്മിന്മാരുടെ നമ്പറുകളുണ്ടല്ലോ ഗ്രൂപ്പുകളിൽ, അവർക്ക് നിങ്ങളുടെ റെക്കമെൻഡ് കൊടുക്കാം. അതിൽ നിന്ന് 10 പേരെ തിരഞ്ഞെടുത്ത് 10 പേരെ മേജർ രവി അദ്ദേഹം ആദരിക്കും. അവിടെ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സേനകളെ ആദരിക്കും. അത് നമ്മുടെ LMRയുടെ ഒരു കടമയാണെന്ന് വിചാരിക്കുന്നു ഭഗവാൻ സഹായിച്ചത്. കാരണം LMRയുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഒരു 10 പേരെ ആദരിക്കും. അത് കഴിഞ്ഞാൽ നമ്മുടെ ആ സാംസ്കാരിക ചടങ്ങുകൾ ആരംഭിക്കും. അതിൽ നമ്മുടെ പ്രധാനപ്പെട്ട ആൾക്കാരുകളുണ്ട്. നമ്മുടെ എൻ്റെ ഫ്രണ്ട് യുവരാജ് ഗോകുൽ വരുന്നുണ്ട്, വിശ്വഭാരതിയിൽ സജീവൻ ലാലേട്ടൻ്റെ മാനേജർ ആൾ വരുന്നുണ്ട്, നമ്മുടെ മാരീഷ് എന്ന് പറഞ്ഞ തമിഴ് പടം ഫഹദ് ഫാസിലും നമ്മുടെ വടിവേലു നായകനായി അതിൻ്റെ സംവിധായകനായി സുധീഷ് ശങ്കർ വരുന്നുണ്ട്. പിന്നെ അമ്മയുടെ വൈസ് പ്രസിഡന്റ് ലക്ഷ്മി പ്രിയ വരുന്നുണ്ട്, കൊല്ലം തുളസി വരുന്നുണ്ട്, നമ്മുടെ തുളസി ചേട്ടൻ. നമ്മുടെ എപ്പോഴും നമ്മുടെ എല്ലാ പ്രോഗ്രാമിലും ഏറ്റവും സ്നേഹത്തോടു കൂടി ആദ്യം ഓടി എത്തുന്ന ആളാണ്, അദ്ദേഹം ഉണ്ട്. പിന്നെ നമ്മുടെ ABC ചാനലിലെ വടയാർ സുനിൽ വരുന്നുണ്ട്. കാരണം ABCയിൽ നമ്മുടെ ഇന്റർവ്യൂകളാണ് ഭയങ്കര പവർഫുൾ ആയിട്ട് എത്തിയത്, അദ്ദേഹം വരുന്നുണ്ട്. പിന്നെ അതേപോലെ ഞാൻ ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. പിന്നെ നമ്മുടെ ഗുരുവായൂരുള്ള സജീവ ട്രസ്റ്റിലുള്ള മൗനയോഗി അദ്ദേഹം വരുന്നുണ്ട്. ഞാൻ ലാസ്റ്റ് ഗുരുവായൂർ പ്രോഗ്രാമിൽ കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം സ്നേഹത്തോടു കൂടി വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്, അദ്ദേഹം ഉണ്ട്. അപ്പോൾ ഇത്രയും ഗസ്റ്റുകൾ നമുക്ക് അന്ന് അവിടെ ഉണ്ടായിരിക്കും. ഇവരെല്ലാവരും LMRയുടെ പല രീതിയിൽ പങ്കാളികളായിട്ടുള്ള ആൾക്കാരാണ്. അവരൊക്കെ ലക്ഷ്മിപ്രിയൊക്കെ നമ്മുടെ LMRക്കായിട്ട് വളരെ ബന്ധമുള്ള ഒരാളാണ്. അവരിപ്പോൾ അമ്മയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ട്. അവർ ഏറ്റവും സ്നേഹത്തോടു കൂടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു നമ്മുടെ സുധീഷ് ശങ്കറിനെ കുറിച്ച് അദ്ദേഹം നമ്മുടെ LMRയെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ മാരീശം പടത്തിലെ താങ്ക്സിൽ എൻ്റെ പേരും LMRK എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ അത്രയും വളരെ വിശേഷപ്പെട്ട ഗസ്റ്റുകൾ വരുന്ന ആ ചടങ്ങ് 9 മണിക്ക് ആരംഭിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും നേരെ പോകുന്നത് മുരുക പൂജയിലേക്കാണ്. മുരുക പൂജയിൽ കഴിഞ്ഞാൽ നമ്മൾ അറിയാം, സ്കന്ദഷഷ്ടി കവചം വെച്ചിട്ടുള്ള മുരുക പൂജ, മുരുകനെ പ്രാർത്ഥിച്ചിട്ടുള്ള പവർഫുൾ പൂജ. അത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ മെഡിറ്റേഷൻ, കണക്റ്റിംഗ് ടു സ്കന്ദലോക, വെരി വെരി പവർഫുൾ ആയ മെഡിറ്റേഷൻ. ആ മെഡിറ്റേഷൻ ആരംഭിക്കുമ്പോൾ എല്ലാവരും മനസ്സിൽ ഭഗവാന്റെ പാദത്തിൽ പ്രതിജ്ഞ ചൊല്ലുക. അത് 6 മണിയുടെ പരിപാടിയിൽ നമ്മൾ ചെയ്യേണ്ടി, ചെറിയ കുട്ടികളെ മാത്രം ഒഴിവാക്കാൻ നേരത്ത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ മനസ്സിൽ പ്രതിജ്ഞ ചൊല്ലിയിട്ട് നമ്മൾ മെഡിറ്റേഷൻ ആരംഭിക്കും.
ഒരു 15 മിനിറ്റ് മെഡിറ്റേഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ. ആ മെഡിറ്റേഷൻ അത് കഴിഞ്ഞാൽ അതും ഉണ്ടാവും. അതൊരു 12 മണി വരെ ഉണ്ടാവും. ഈ 9 മണിക്ക് വരുന്ന മുമ്പുള്ള ആൾക്കാർ കാലത്ത് 7 മണി തൊട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആരംഭിക്കും. ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ വന്ന ഉടനെ കഴിച്ചോളൂ. അപ്പോൾ ഓൾറെഡി 6 മണിയുടെ ചടങ്ങ് അവിടെ നടന്നുകൊണ്ടിരിക്കും. 8:00 കഴിയാൻ. ഈ 8:30 നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക ഹോളിലേക്ക് കയറാൻ വേണ്ടി. 8:30 ആവുമ്പോൾ നമ്മുടെ ആദ്യത്തെ ചടങ്ങിലത്തെ ആൾക്കാർ അവർ വെളിയിൽ പോയിട്ട് അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അവർ പോകും. അതിനുശേഷം അപ്പോഴേക്കും നിങ്ങൾക്ക് 9 മണിയുടെ ആൾക്കാർ കയറുക, നമ്മുടെ പ്രോഗ്രാം തുടങ്ങും. 12 മണിയാകുമ്പോഴേക്കും കഴിയും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ 1000 പേരാണ് ഇരിക്കാൻ പറ്റിയ 2 ബാച്ചാണ് 2000 പേരായി കഴിഞ്ഞു. ഇനി 2000 പേരിൽ കൂടുതൽ രജിസ്ട്രേഷൻ വരികയാണെങ്കിൽ നമ്മൾ അപ്പോൾ 12 മണിക്ക് ശേഷമുള്ള 3ാമത്തെ രജിസ്ട്രേഷൻ കൂടി ആരംഭിക്കും. ഒരു പരിപാടിയും കൂടി നടത്തും. അത് ആൾക്കാരുടെ വരവനുസരിച്ച് നമ്മൾ ചെയ്യാം. ഇപ്പൊ ഈ 2 ബാച്ചാണ് കാലത്ത് 6 മണി 9 മണി. ഒക്ടോബർ 12 ഷഷ്ടി ദിവസം ഗുരുവായൂർ വെച്ച് രാജവത്സവ ഓഡിറ്റോറിയം. മറക്കരുത്. 6 മണിക്ക് ചെറിയ കുട്ടികളുടെ അടക്കമുള്ള എഴുത്തിനിരുത്തും ഉണ്ടാവും. ബാക്കി എല്ലാ ചടങ്ങും ഉണ്ടാവും. എഴുത്തിനിരുത്തും ഉണ്ടാവും, മുരുകപൂജ ഉണ്ടാവും, കണക്റ്റിംഗ് ടു സ്കന്ദലോക എന്ന മെഡിറ്റേഷൻ ഉണ്ടാവും, ലൈറ്റ് ബോഡി ആക്ടിവേഷൻ ഉണ്ടാവും. അത് ചെറിയ കുട്ടികൾ ആ സമയത്ത് വരണം. വലിയവരും വരാം. പക്ഷെ ചെറിയ കുട്ടികൾ 9 മണിയുടെ പരിപാടിക്ക് വരാൻ പാടില്ല. അത് നേരെ കൂടുതൽ ഇരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് 9. കാരണം അവർ വന്ന് 9 മണി 12 മണി 3 മണിക്കൂർ ഇരിക്കേണ്ടി വരും. ചെറിയ കുട്ടികളെ വെച്ച് ഇരിക്കുന്നത് കഷ്ടമല്ല. അപ്പോൾ 9 മണിക്ക് 2ാമത്തെ ബാച്ചിൽ നമ്മുടെ ലഹരിക്കെതിരെയുള്ള സാംസ്കാരിക സദസ്സ്, നമ്മുടെ പട്ടാളക്കാരെ ആദരിക്കണ ചടങ്ങ്, അത് കഴിഞ്ഞാൽ നമ്മുടെ സാംസ്കാരിക സദസ്സ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുരുകപൂജ, കണക്റ്റഡ് ടു സ്കന്ദലോകം മെഡിറ്റേഷൻ, ലൈറ്റ് ബോഡി ആക്ടിവേഷൻ. അങ്ങനെ 12 മണിയോടുകൂടി കഴിയണം. അതിലും കൂടുതൽ ആൾക്കാർ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് അടുത്തൊരു പ്രോഗ്രാം ഇതേപോലെ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് രജിസ്ട്രേഷൻ ചൊവ്വാഴ്ച തൊട്ട് ആരംഭിക്കും. അതായത് തിങ്കളാഴ്ച എല്ലാ ഗ്രൂപ്പിലും രജിസ്ട്രേഷൻ ആരംഭിക്കണമെന്നുള്ള മെസ്സേജ് വരും. ചൊവ്വാഴ്ച തൊട്ട് രജിസ്ട്രേഷൻ ആരംഭിക്കും. നിങ്ങൾക്ക് അതിൽ രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ മെസ്സേജ് വരും. മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം സ്ലോട്ട് വരും. ആ ടൈം സ്ലോട്ട് കൊണ്ട് നമ്പർ കൊണ്ടുവന്ന് നിങ്ങൾ ആ സമയത്ത് രജിസ്ട്രേഷൻ കൗണ്ടറിൽ വന്നു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ വന്ന എല്ലാവർക്കും അറിയാം, വന്നു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ കൗണ്ടറിൽ നിങ്ങളുടെ നമ്പർ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കൂപ്പൺ തരും. 6 മണിയുടെ കൂപ്പൺ ആണെങ്കിൽ 6 മണിയുടെ കൂപ്പൺ തരും. ഒരു ഫുഡ് കൂപ്പൺ തരും. 2 കൂപ്പൺ തരും. ഒന്ന് ഉള്ളിലേക്ക് കടക്കാനുള്ള, ഹോളിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു കൂപ്പൺ. 6 മണി അതിലൊരു ടൈം എഴുതിയിട്ടുണ്ടാവും. 6 മണിയാണെങ്കിൽ 6 മണി, 9 മണിയാണെങ്കിൽ 9 മണി. അതിനോടൊപ്പം ഒരു ഫുഡ് കൂപ്പൺ തരും. പ്രോഗ്രാം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ, പങ്കെടുത്തു കഴിഞ്ഞാൽ തിരിച്ച് ആ കൂപ്പൺ അവർ മേടിച്ചു വയ്ക്കും, ഹോളിൽ മേടിച്ചു വയ്ക്കും. എന്നിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് എൻ്റർ ആക്കും. പ്രോഗ്രാം കഴിഞ്ഞ് ഫുഡിൻ്റെ അവിടെ ചെല്ലുമ്പോൾ ഈ കൂപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ഫുഡിൻ്റെ അവിടേക്ക് നിങ്ങൾക്ക് എൻ്റർ ആവാം. ആ കൂപ്പൺ അവർ മേടിച്ച് ഫുഡ് കഴിച്ച് നിങ്ങൾക്ക് പോവാം. 9 മണിയുടെ ആൾക്കാർ നേരെ ഈ ഫുഡും കൂപ്പണും കളക്ട് ചെയ്തിട്ട് നേരെ ഫുഡ് പോയി കഴിച്ചോളൂ. ഫുഡ് കഴിച്ചിട്ട് നേരെ അത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഹോളിലേക്ക് 9 മണിക്ക് കയറിക്കോളൂ. 12 മണിയുടെ ആൾക്കാർ വരികയാണെങ്കിൽ, അങ്ങനെ ഒരു ബാച്ച് അതിന് ശേഷം നടക്കുകയാണെങ്കിൽ, ആൾക്കാർ കൂടി നടത്തുകയാണെങ്കിൽ അവർക്ക് ഇതേപോലെ ഒരു ടൈം വെച്ചിട്ടുള്ള കൂപ്പണും ഫുഡ് കൂപ്പണും കിട്ടും. വന്ന് ഫസ്റ്റ് ഫുഡ് കഴിക്കുക, 12 മണിയുടെ പരിപാടിക്ക് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഏകദേശം ഞാൻ എല്ലാം പറഞ്ഞു തന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. രജിസ്ട്രേഷൻ ചൊവ്വാഴ്ച തൊട്ട് ആരംഭിക്കും. നമുക്ക് ഒക്ടോബർ 12-നാണ് ടൈം. ആദ്യത്തെ 1000 പേര് കഴിഞ്ഞാൽ അത് സ്ലോട്ട് ഇതാവും. 2000 പേര് കഴിഞ്ഞ 3ാമത്തെ സ്ലോട്ട് ആരംഭിക്കും. അപ്പോൾ അതിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പം എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കണു. മെഡിറ്റേഷൻ്റെ കാര്യം കണക്റ്റിംഗ് ടു സ്കന്ദലോക, അത് പവർഫുള്ളാണ്, സ്ട്രോങ് ആണ്, ഉത്തരവാദിത്തമുള്ളതാണ്, അനുഗ്രഹമാണ്. അത് സ്വീകരിക്കുക. ഭഗവാൻ സഹായിച്ചിട്ട് പവർഫുള്ളായിട്ട് സ്വീകരിക്കുക. കാരണം നമുക്ക് ഒടിഞ്ഞൂങ്ങല്ല. നമ്മുടെ ദേശത്തിന് വേണ്ടിയിട്ടാണ്, ഭാരതത്തിന് വേണ്ടിയിട്ടാണ്, മുരുകന് വേണ്ടിയിട്ടാണ്. അതിൽ പവർഫുള്ളായിട്ട് അത് സ്വീകരിക്കുക. അതോടൊപ്പം നമ്മുടെ തലമുറ, ചെറിയ കുട്ടികൾ തൊട്ട് യുവാക്കൾ വരെയുള്ള തലമുറ, നമുക്ക് ലക്ഷ്യം രാജ്യമാണ് ലഹരി. ഒരു ലഹരിക്ക് വേറെ പോകാൻ പാടില്ല. നമ്മുടെ കുട്ടികൾക്ക് ഭഗവാനുഗ്രഹത്തിൽ നിങ്ങളുടെ കുട്ടികളും നിങ്ങളുടെ പേരക്കുട്ടികളും നല്ല നല്ല ഉയരത്തിലെത്തണം. ഭഗവാനുഗ്രഹത്തോടുകൂടി ജീവിതത്തിൽ അതിന് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടട്ടെ. പിന്നെ സ്കന്ദലോകത്തിൽ ആ മെഡിറ്റേഷൻ സ്വീകരിക്കുക. അവരുടെ ലൈറ്റ് ബോഡിയിലുള്ള അനുഭൂതി നുകർന്ന് നമുക്ക് പിരിയാം. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം ഗ്രൂപ്പിൽ വന്നുകൊണ്ടിരിക്കും. ഫോളോ അപ്പ് ചെയ്യുക. നമ്മൾ ഒരുമിച്ച, ഞാനും നിങ്ങൾ വേറെ അല്ല, നമ്മൾ ഒരുമിച്ചാണ്. മുരുകസേനയാണ്, പവർഫുള്ളാണ്. നമ്മളെ നിയന്ത്രിക്കുന്ന ആൾ ചെറിയ ആളല്ല, നമുക്ക് പഴനിയാണ്ടവനാണ്.
ആ ബലത്തിൽ പോവുക. ഭഗവാന് വള്ളലാർ സിദ്ധരുടെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ. സന്തോഷം. നമസ്കാരം. ഓം ശരവണഭവായ നമഃ. ജയ് പൈനാണ്ടവ. ജയ് ഭാരത്.